ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അഡ്വക്കേറ്റ് സുജിയുടെ ഓഫീസിലെത്തിയ വീണയോട് ഡൈവോഴ്സ് പെറ്റീഷനിലെ കാരണങ്ങളെല്ലാം സുജി വിവരിക്കുന്നുണ്ട്. അതെല്ലാം കേട്ട് ഹൃദയം തകർന്ന വേദനയോടെ പുറത്തിറങ്ങുന്ന വീണ തന്റെ മൊബൈൽ എടുത്ത് സന്തോഷിനെ കോൾ ചെയ്യുന്നുണ്ട്. സന്തോഷ് വീണയുടെ കോൾ അറ്റൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് വീണ വീണ്ടും സന്തോഷിനെ വിളിക്കുന്നുണ്ട്. സന്തോഷ് കോൾ എടുക്കുമ്പോഴേക്കും അവിടെ നിങ്ങളുടെ ഓഫീസിലെ ഒരു ലേഡി സ്റ്റാഫിന്റെ പേര് പറഞ്ഞേ എന്ന് വീണ പറയുന്നുണ്ട്. എന്തിനാന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ ഞാനേ ഓഫീസിൽ നിൽക്കുക, നിങ്ങൾക്കെതിരെയുള്ള പെറ്റീഷനിൽ അവിഹിതമായി ചേർക്കാൻ വേണ്ടിയിട്ടാണെന്ന് വീണ സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്തൊക്കെയാ വീണ ഈ പറയുന്നതെന്ന് സന്തോഷ് പറയുമ്പോൾ അതാണല്ലോ പൊതുരീതി. എന്റെ അഡ്വക്കേറ്റും പറഞ്ഞു നിങ്ങൾക്കെതിരെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ചേർക്കാൻ, അതുകൊണ്ട് വിളിച്ചതാണെന്ന് വീണ പറയുന്നുണ്ട്. അതെന്താ വീണ അങ്ങനെ പറയുന്നേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ മനസ്സിലായില്ലല്ലേ, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ. നിങ്ങൾ കൊടുത്ത പെറ്റീഷനിലെ ഡീറ്റെയിൽസ് ആ അഡ്വക്കേറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഒരു മനുഷ്യൻ ഇത്രയ്ക്ക് അധപതിക്കരുത്, എന്നെ ജയിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യരുത്. വീണയെക്കുറിച്ച് നാളിതുവരെ ആരും മോശം ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊന്ന് രേഖയിലൂടെ ചാർത്തി തരുന്നത് ഭർത്താവുമ്പോൾ ഇനി ഈ ബന്ധത്തിൽ ഞാൻ വിശ്വാസം വെക്കുന്നില്ല. അത് എന്റെ അടഞ്ഞ അധ്യായമായി. ഇനി നിങ്ങൾ എന്റെ മനസ്സിലില്ല എന്ന് വീണ പറയുമ്പോഴേക്കും വീണ അത് എന്ന് സന്തോഷ് പറയാനായി തുടങ്ങുന്നുണ്ട്. ജോണേട്ടനെയും എന്നെയും ചേർത്ത് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? എനിക്ക് ജോണേട്ടൻ ആരാന്ന് ആരെക്കാളും നന്നായി നിങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾ മോശം ബന്ധം ആരോപിച്ചു. മനുഷ്യരായിട്ടുള്ളവർക്ക് അത് പറ്റില്ല. എന്നിട്ടും നിങ്ങൾ എന്നോടത് ചെയ്തു. എന്റെ അടുത്തൊരു സുഹൃത്തായി നിന്നിട്ട് ജോണിനോട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നീന്ന് കഴുത്തറുക്കുന്നത് ഇതിലും ഭേദമായിരുന്നു എന്ന് വീണ കരച്ചിലോടെ പറയുമ്പോൾ കേസ് ബലമാക്കാൻ വേണ്ടിയിട്ട് വക്കീലന്മാർ ഓരോന്ന് എഴുതി ചേർക്കുന്നതാ ഇതൊക്കെ എന്ന് സന്തോഷം പറയുന്നുണ്ട്. ആ എഴുതി വെച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടല്ലേ ഒപ്പിട്ടത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേൾക്കരുതെന്ന് കരുതിയ കാര്യമാ സ്വന്തം ഭർത്താവ് തന്നെ ആരോപിച്ചത്. ഇപ്പോഴും ഇത് ജോണേട്ടൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാലേ ആൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. സൂക്ഷിച്ചോ നിങ്ങൾ. എന്റെ അഡ്വക്കേറ്റും പറഞ്ഞു അവിഹിതവും ശാരീരിക പീഡനവും ഒക്കെ നിങ്ങൾക്കെതിരെ എഴുതാനായിട്ട്. പക്ഷേ ശരി വിട്ടൊരു വാക്ക് ഞാൻ ആരോപിക്കില്ല. അങ്ങനെ എനിക്ക് ജയിക്കും വേണ്ട. ഇനി എനിക്ക് നിങ്ങളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ ഇല്ല. തീർന്നു എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞ് കരച്ചിലോടെ വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. രാത്രിയാവുമ്പോൾ രേണുവിന്റെ വീട്ടിലെ സിറ്റ് ഔട്ടിലിരുന്ന് ബേക്കറിയിലെ സന്തോഷകരമായ നിമിഷങ്ങളെല്ലാം ഓർത്തെടുക്കുന്ന മഹേഷിനെയാണ് കാണുന്നത്. അപ്പോഴാണ് ഋതു അങ്ങോട്ട് വന്ന് അച്ഛാ വാ അച്ഛാ എന്ന് വിളിക്കുന്നത്. മഹേഷ് അവന്റെ കൂടെ പോവാനായി തുടങ്ങുമ്പോഴേക്കും ബേക്കറിയിലെ വേണുവേട്ടൻ ഒരു സ്കൂട്ടിയിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. വേണുവേട്ടൻ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും വേണുവേട്ട ഒരു 2 ദിവസം കൂടി നോക്ക് വേണുവേട്ട എന്ന് മഹേഷ് ടെൻഷനോടെ പറയുന്നുണ്ട്. വേറെ വഴിയില്ല, ഞാൻ പരമാവധി നോക്കി മഹേഷേ. എനിക്ക് പറ്റാതായപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ക്യാഷ് സെറ്റിൽ ചെയ്യാതെ നാളെ എങ്ങാനും ബേക്കറി തുറന്ന അവന്മാർ ഉറപ്പായിട്ടും എന്നെ അടിക്കും എന്ന് വേണുവേട്ടൻ മഹേഷിനോട് പറയുമ്പോഴേക്കും അവർ സംസാരിക്കുന്നത് കേൾക്കുന്ന രേണുവും സിറ്റ് ഔട്ടിലേക്ക് എത്തി നോക്കുന്നുണ്ട്. വേണുവേട്ടൻ ടെൻഷനോടെ ബേക്കറിയുടെ ചവി മഹേഷിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ നമ്മുടെ ബേക്കറിക്ക് താഴെയിടേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ടീച്ചർ ഇടപെട്ടിരുന്നപ്പോൾ എങ്ങനെ നടന്നുപോയതാ ബേക്കറി. ടീച്ചറുടെ ഉണ്ണിയപ്പത്തിന്റെ മണം പോയപ്പോഴേ കടയുടെ പഴയ ഗുണവും പോയി. താക്കോല് വാങ്ങി അകത്ത് വെച്ചിട്ട് വെറുതെ ഇരുന്ന് കളയരുത്. ദിവസങ്ങൾ കഴിഞ്ഞാൽ കട പാഴാവും, എല്ലാ പലഹാരങ്ങളും കേടാവും. എത്രയും പെട്ടെന്ന് അവന്മാരുടെ ക്യാഷ് സെറ്റിൽ ചെയ്ത് ബേക്കറി തുറക്കാൻ നോക്ക്. എന്നിട്ട് എല്ലാ ദിവസവും പഴയതുപോലെ അവിടെ ഉണ്ടാവണം. ഒന്ന് തുലഞ്ഞു പോവാൻ എളുപ്പമാ, ഉണ്ടാക്കിയെടുക്കാനാ പാട്. അവന്മാർക്ക് കൊടുക്കുന്ന കൂട്ടത്തില് ഓമനയ്ക്കുള്ള ശമ്പളം കൂടി കൊടുക്കണം. ഓമനയുടെ അവസ്ഥ അറിയാലോ. എനിക്കും ബുദ്ധിമുട്ട് തന്നെയാ. എന്നാലും കണ്ടറിഞ്ഞ് ചെയ്താൽ മതി. ഞാൻ പോട്ടെ, എന്ത് കാര്യമുണ്ടെങ്കിലും വിളിക്കേ. ശരി എന്ന് പറഞ്ഞ് വേണുവേട്ടൻ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ട് നിന്ന രേണുവും അകത്തേക്ക് പോകുമ്പോഴേക്കും മഹേഷും ആകെ ടെൻഷനോടെ ആ ചാവിയും പിടിച്ച് നിൽപ്പുണ്ട്. പിന്നീട് അവനും ഋതുവും കൂടി ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും രേണുവും ഭാർഗവനും ശശികലയും എല്ലാം അവിടെ നിൽപ്പുണ്ട്. മരുമോന്റെ മുട്ടായിക്കട പൂട്ടിയാ? വല്ല കാര്യവും ഉണ്ടായിരുന്നോ? മെനക്കേട് പോലും കിട്ടില്ലല്ലോ. തിയേറ്ററിൽ മുട്ടായിക്കട തുടങ്ങണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാടാക്കി തരാം എന്ന് ഭാർഗവൻ പറയുമ്പോൾ നിങ്ങളുടെ മരുമോൻ കച്ചവടം ചെയ്യാനാണോ പോയിരിക്കുന്നത്? കോളേജിലെ പെങ്കൊച്ചുങ്ങൾക്ക് പഞ്ചാര കൂട്ടി ജ്യൂസ് അടിച്ചു കൊടുക്കാനല്ലേ? അതടച്ചു പോയത് തന്നെയാ നല്ലതെന്ന് ശശികലയും പറയുന്നുണ്ട്. മഹേഷും ദേഷ്യത്തോടെ നിൽക്കുന്ന രേണുവിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും രേണു കൈകൂപ്പിക്കൊണ്ട് ദേ പ്രശ്നങ്ങൾ തീർക്കാൻ കാശ് ചോദിക്കാനാണെങ്കിലും ഇനി അടച്ച തന്റെ സെന്റിക്കഥ പറയാനാണെങ്കിലും ഇങ്ങോട്ട് വരണ്ട. കേൾക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, വാടാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് ഋതുവിനെയും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് രേണു. മഹേഷ് ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും മരുമോന്റെ കേസ് മുറുകി വരുന്നുണ്ട്. ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാര്യങ്ങൾ അപ്പൊ അറിയും. അഡ്വക്കേറ്റിനെ കണ്ട് എന്തൊക്കെ നീക്കങ്ങളാ വേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കേ എന്ന് ഭാർഗവൻ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാക്കിയവരെ അത് പരിഹരിക്കാനുള്ള വഴിയും കണ്ടോളും. നിങ്ങൾ വലിയ ഉപദേശമൊന്നും കൊടുക്കണ്ട. ഈ കടവും കേസുമൊക്കെ ആയിട്ട് നടക്കുന്നവനെ വീട്ടിൽ കയറ്റിയാൽ തന്നെ വീട്ടിലെ മൂദേവി പൊറുതിയാവും എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് ശശികലയും അവിടുന്ന് പോകുന്നുണ്ട്. ഭാർഗവനും മഹേഷിനൊന്ന് നോക്കിക്കൊണ്ട് അവിടുന്ന് പോകുമ്പോഴേക്കും മഹേഷും ടെൻഷനോടെ ചാവിയും പിടിച്ച് കണ്ണീരും തുടച്ച് നിൽപ്പുണ്ട്.
പിന്നീട് അവൻ സിറ്റൗട്ടിലേക്ക് ചെന്ന് അമ്മയുമൊത്ത് ബേക്കറിയിൽ പോകുന്ന കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. അമ്മ സ്കൂളിൽ പോവാൻ റെഡിയായി വരുമ്പോഴേക്കും ഇന്ന് ഉണ്ണിയപ്പം ഇടുന്ന ദിവസമല്ലേ അമ്മേ, സ്കൂളിൽ ഞാനാക്കാം. പെട്ടെന്ന് ബേക്കറി പോയി ആദ്യത്തെ 2 ഉണ്ണിയപ്പം അമ്മ ഒഴിക്കണം എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അയ്യോ ഇനി ബേക്കറി വരാൻ നിന്നാ വൈകും മോനെ, ഓമനയോട് പറഞ്ഞാൽ മതി അവരിട്ടോളുമെന്ന് ടീച്ചറമ്മ പറയുന്നുണ്ട്. ആദ്യത്തേത് അമ്മയുടേതല്ലേ പതിവ്, എന്റെ അമ്മയുടെ കൈപുണ്യമല്ലേ ഉണ്ണിയപ്പത്തിന്റെ ഹൈലൈറ്റ്, വെറും 10 മിനിറ്റത്തെ കാര്യല്ലേ ഉള്ളൂ, ഞാൻ കൊണ്ടുവന്ന് വിട്ടോളാം എന്ന് പറഞ്ഞ് മഹേഷ് അമ്മയും കൂട്ടിക്കൊണ്ട് ബേക്കറിയിലേക്ക് പോകുന്നതും ബേക്കറിയിൽ ചെന്ന് ആദ്യത്തെ 2 ഉണ്ണിയപ്പം ടീച്ചറമ്മ ഒഴിക്കുന്നതും അത് കഴിഞ്ഞ് ജ്യൂസ് അടിച്ചുകൊണ്ട് നിൽക്കുന്ന മഹേഷിന്റെ അടുത്തെത്തി ഡാ മഹേഷ് കഴിഞ്ഞു, ഞാൻ ഇറങ്ങി ഒന്നാക്കി താടാ എന്ന് അമ്മ പറയുന്നതും അമ്മേ കസ്റ്റമേഴ്സ് ഉണ്ട്, ഞാൻ അവർക്കിത് കൊടുത്തിട്ട് വരാം, ഒരു 10 മിനിറ്റ് പെട്ടെന്ന് വരാമെന്ന് മഹേഷ് പറയുന്നതും ജ്യൂസ് കൊടുത്തു കഴിഞ്ഞു മഹേഷ് നിൽക്കുമ്പോഴേക്കും എടാ മഹേഷെ ഒന്ന് സ്കൂളിലാക്കി താടാ, ഏയ്യോ എത്തിയിട്ടുണ്ട് എന്നമ്മ ടെൻഷനോടെ പറയുന്നതും എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞ് മഹേഷ് ബേക്കറിയിലെ ഉള്ളിലേക്ക് പോകുന്നതുമെല്ലാം അവൻ ഓർത്തെടുക്കുന്നുണ്ട്. കണ്ണു നിറഞ്ഞവൻ മൊബൈൽ എടുത്ത് അമ്മയുടെ നമ്പർ എടുത്ത് കോൾ ചെയ്യാനായി തുടങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ സങ്കടത്തോടെ അത് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. അവിടെ ടീച്ചറമ്മയും കാനിയും വീണയും കൂടി റൂമിലിരുന്ന് വക്കീലിനെ കാണാൻ പോയതും സന്തോഷിനെ വിളിച്ച കാര്യങ്ങളുമെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. വീണ പറയുന്നുണ്ട് ഞാൻ വിളിക്കുമെന്ന് സന്തോഷേട്ടൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഓഫീസിലെ ഒരു ലേഡി സ്റ്റാഫിന്റെ നമ്പർ ചോദിച്ചു, ആൾക്കൊരു പിടിയും കിട്ടിയില്ല എന്തിനാണെന്ന്, എന്നോട് ചോദിച്ചു എന്തിനാണെന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കെതിരെ അവിഹിത ആരോപണത്തിൽ വെക്കാനാണെന്ന് എന്ന് വീണ പറയുമ്പോഴേക്കും അത് നന്നായിടി, ഇച്ചിരി പുരോഗതിയൊക്കെ ഉണ്ടെന്ന് കനിയും പറയുന്നുണ്ട്. എന്നിട്ട് ശരിക്കും കാര്യമായിട്ട് തന്നെ ഞാൻ സംസാരിച്ചു, പുള്ളിക്ക് പറയാൻ ഒന്നുമില്ല. ഒടുവിൽ ഞാൻ പറഞ്ഞു ഇനി ഒരു ചിന്തയും സംസാരവും ഈ കാര്യത്തിലില്ല എന്ന് വീണ പറയുമ്പോൾ എന്തായാലും ഈ വിധത്തിൽ സന്തോഷിനോട് പറഞ്ഞത് നന്നായി, എന്റെ കുറച്ച് ഇന്റേണൽ സ്ട്രെസ്സും കുറയുമല്ലോ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ടീച്ചറമ്മയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്. ടീച്ചറമ്മ കോൾ എടുത്തോണ്ട് ആ വേണുവേട്ടാ എന്ന് വിളിക്കുമ്പോഴേക്കും ടീച്ചറെ ബേക്കറി പൂട്ടി, അക്കോല് മഹേഷിനെ ഏൽപ്പിച്ചു എന്ന് വേണുവേട്ടനും ടെൻഷനോടെ പറയുന്നുണ്ട്. എന്താ വേണുവേട്ട സംഭവം എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കേസിന്റെ കാര്യങ്ങളായ പിന്നെ മഹേഷ് പിന്നെ ബേക്കറിയിലോട്ട് വരാതായി, സാധനം കൊണ്ടുവന്നിരുന്നവർക്ക് കുറെ കാശ് പെൻഡിങ് ഉണ്ടായിരുന്നു, ഒടുവിൽ അവർ സാധനം തരാതെയായി, ഞാൻ അവരോട് അവധി പറഞ്ഞ് ഒരു രക്ഷയുമില്ലാതായി, മഹേഷിനെ വിളിച്ച 2 ദിവസത്തിനകം ശരിയാവുമെന്ന് പറയും, ഒന്നും നടക്കേയില്ല. ഇന്നും ഞാൻ വിളിച്ചു പറഞ്ഞു കാശില്ലെങ്കിലും മഹേഷ് ഒന്ന് നേരിട്ട് വന്ന് അവരോട് സംസാരിക്കാൻ. ആര് കേൾക്കാൻ, അതേ ഞാനിപ്പോൾ താക്കോല് കൊണ്ടുകൊടുത്ത് വീട്ടിലെത്തിയതേയുള്ളൂ, ബേക്കറിക്ക് വേണ്ടിയുള്ള ടീച്ചറുടെ അധ്വാനവും കാശും എല്ലാം എനിക്കറിയാം, അതാ വിളിച്ചതെന്ന് വേണുവേട്ടൻ പറയുമ്പോൾ എന്നാണെങ്കിലും ഇങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് മനസ്സിലൊരു വിളിയുണ്ടായിരുന്നു, അത് നടന്നു, നിങ്ങളുടെ കാശൊക്കെ തന്നോ വേണുവേട്ടാന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. ഇല്ല തന്നില്ല, അത് കുഴപ്പമില്ലെന്ന് വേണുവേട്ടൻ പറയുമ്പോൾ അതെങ്ങനെയാ വേണുവേട്ട കുഴപ്പമില്ലാതാവുന്നത്, ഞാനൊന്ന് നോക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, എന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ശരി ടീച്ചർ എന്ന് പറഞ്ഞ് വേണുവേട്ടൻ കോൾ വയ്ക്കുന്നുണ്ടേ. ബേക്കറി പൂട്ടിയല്ലേ അമ്മ എന്ന് വീണ ചോദിക്കുമ്പോൾ അതെ, എന്നായാലും ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. അവിടെ വിഷ്ണുവിന്റെ വീട്ടിൽ വിഷ്ണുവിന്റെ അമ്മ കല്ലുവിനും കാവയ്ക്കും പഠിക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട് മക്കളെ അച്ചമ്മ കിടക്കുവാണേ, അച്ചമ്മയ്ക്ക് ഉറക്കം വരുന്നു. അച്ചമ്മ കഴിക്കുന്നില്ലെന്ന് കല്ല് ചോദിക്കുമ്പോൾ ഓ വിശപ്പില്ല, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞവർ റൂമിലേക്ക് പോകുമ്പോഴാണ് രാധ ഫുഡും കൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുന്നത്. രാധ അപ്പോഴേക്കും കല്ലുവിനെയും കാവ്യയെയും കഴിക്കാനായി വിളിക്കുന്നുണ്ട്. കാവ്യ കല്യാണി കഴിക്കാൻ വാ എന്നവരെ വിളിച്ചോണ്ട് വിഷ്ണുവിന്റെ അമ്മ പോയതും നോക്കി ഇനി ഓരോരുത്തരെയും കഴിക്കാൻ താലം കൊണ്ടുവന്നൊന്നും വിളിക്കാൻ പറ്റില്ല എന്നർത്ഥം വെച്ച് പറയുന്നുണ്ട്. അവരെപ്പോഴേക്കും റൂമിലെത്തി ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കാനായി തുടങ്ങുന്നുണ്ട്. കല്ലുവും കാവ്യവും കഴിക്കാനായി വരുമ്പോഴേക്കും കല്ലു അച്ഛനെയും കഴിക്കാനായി വിളിക്കുന്നുണ്ട്. വിഷ്ണു മുകളിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും രാധ കല്ലുവിനും കാവ്യയ്ക്കും കഞ്ഞിയും പയറും വിളമ്പുന്നുണ്ട്. വിഷ്ണു കൈ കഴുകാനായി പോകുമ്പോഴേക്കും കാവ്യ വിളിച്ച് അച്ഛ കൈയൊക്കെ കഴുകി വലിയ ആഡംബരമൊന്നും കാണിക്കാൻ നിൽക്കണ്ട, കഞ്ഞിയും പയറുമാ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും കഞ്ഞി തന്നെയാണോ അമ്മ എന്ന് കാവ്യ രാധയോടായി ചോദിക്കുന്നുണ്ട്. അച്ഛനെ ജോലിയും കൂലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇതൊക്കെയേ കാണോ എന്ന് രാധ പറയുമ്പോൾ ദേ രാധേ, സസ്പെൻഷൻ ആയോണ്ട് നിനക്ക് തരുന്ന ചെലവ് കാശ് എന്തെങ്കിലും കുറഞ്ഞോ, പിന്നെന്താന്ന് അവൻ ബഹളം വെക്കുമ്പോഴേക്കും അവന്റെ അമ്മയും അത് കേട്ട് കട്ടിലിൽ നിന്ന് എണീറ്റിരിക്കുന്നുണ്ട്. നമ്മുടെ അവസ്ഥ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് രാധ പോവാനായി തുടങ്ങുമ്പോഴേക്കും വിഷ്ണു രാധയെന്നും വിളിച്ച് അവളുടെ അടുത്ത് ചെന്ന് നീ വെറുതെ കളിക്കല്ലേ, കൊച്ചുങ്ങളാകെ രാത്രി വീട്ടിൽ വന്നിട്ടാ മര്യാദയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നത്, നീ എന്നും കഞ്ഞിയുണ്ടാക്കി കൊടുത്താ മനുഷ്യൻ ഈ ഭക്ഷണം വെറുത്തു പോവും എന്ന് പറയുമ്പോഴേക്കും പിള്ളേരെ എല്ലാം അറിഞ്ഞു വളരണം എന്ന് രാധയും പറയുന്നുണ്ട്. നീ ആ കഞ്ഞി മാറ്റി വെച്ചിട്ട് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാ അതുണ്ടാക്കി കൊടുക്ക്,
എന്ന് വിഷ്ണു പറയുമ്പോൾ ആഹാ സ്വന്തമായിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി, കരണമൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്ന് രാധ പറയുന്നുണ്ട്. രാധേ, നീ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതുണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് വിഷ്ണു വീണ്ടും ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും ഇല്ലെന്ന് രാധയും തീർത്തു പറയുന്നുണ്ട്. അവർ തമ്മിൽ വഴക്കു കൂടണ കണ്ട് അവയും കസേരയിൽ എണീറ്റ് പേടിയോടെ നോക്കി നിൽപ്പുണ്ട്. ഈ വിധത്തിൽ എന്നോട് സംസാരിക്കരുത് രാധേ, പറഞ്ഞേക്കാം എന്ന് വിഷ്ണു അവളുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുമ്പോഴേക്കും അവൾ ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ വീറും വരണമൊന്നും എൻ്റെ അടുത്ത് വേണ്ട എന്ന് രാധയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. കല്ലുവും ടെൻഷനോടെ എണീറ്റുകൊണ്ട് ഞങ്ങൾക്ക് കഞ്ഞി മതിയച്ചാ ഇങ്ങു വന്നേന്നും പറഞ്ഞ് വിഷ്ണു രാധയും പിടിച്ചു വലിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്താ വിഷ്ണുവേട്ടാ, എന്താ വിടാൻ എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചോണ്ട് എന്താന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അവളുടെ മുഖമടച്ചൊന്ന് കൊടുക്കുന്നുണ്ട് വിഷ്ണു. മനുഷ്യൻ സഹിക്കുന്നതിലും ഒരു പരിധിയുണ്ട്, ഒതുങ്ങി കഴിഞ്ഞോ നീ എന്നവളെ താക്കീത് ചെയ്തുകൊണ്ട് വിഷ്ണുവും അവിടുന്ന് പോകുന്നുണ്ടേ. ദേഷ്യത്തോടെ വിഷ്ണു വന്ന് ഡൈനിങ് ഹാളിൽ നിൽക്കുമ്പോഴേക്കും കല്ലു അടുത്തോട്ട് ചെന്ന് അച്ഛനമ്മയെ തല്ലിയൊന്ന് ചോദിക്കുന്നുണ്ട്. വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഒരു സ്ത്രീയെ തല്ലുന്നത് ശരിയല്ല അച്ഛാ, അത് അവരുടെ മാനത്തെ ഇല്ലാതാക്കും, മോശമായി പോയച്ചാ. ഒരു ഹീറോ ഒരിക്കലും സ്ത്രീകളോട് ക്ഷമയില്ലാതാവരുത് അച്ഛാ, ഇത് മോശമായി പോയി എന്ന് കല്ല് പറയുമ്പോൾ മോശമാ അച്ഛാ എന്ന് കാവ്യയും പറയുന്നുണ്ട്. കുട്ടികൾക്ക് വിഷ്ണുവും അവരോട് സോറി പറയുമ്പോഴേക്കും ഞങ്ങളോടല്ല പറയേണ്ടത് അമ്മയോടാ എന്ന് കല്ല് പറയുമ്പോഴേക്കും വിഷ്ണു അടുക്കളയിലേക്കായി പോകുന്നുണ്ട്. അവിടെ ദേഷ്യത്തോടെ കണ്ണ് നിറഞ്ഞു നിൽക്കുകയായിരുന്ന രാധ വിഷ്ണു വരുമ്പോഴേക്കും അവനെ കണ്ട് മുഖം തിരിച്ചു നിൽക്കുന്ന കണ്ട് സോറി എന്ന് വിഷ്ണു പറയുന്നുണ്ട്. രാധ കരച്ചിലോടെ നിൽക്കുമ്പോഴേക്കും റിയലി സോറി എന്ന് വിഷ്ണു വീണ്ടും പറയുന്നുണ്ട്. പിന്നീട് രാവിലെ ആവുമ്പോൾ കല്ലുവും കാവ്യയും സ്കൂളിൽ പോവാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ അമ്മ ഡ്രസ്സൊക്കെ മാറി അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട് അച്ചമ്മ ഇത് എങ്ങോട്ടാന്ന് കല്ല് ചോദിക്കുന്നുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഹനുമാൻ കോവിലിൽ പോണം എന്നവർ പറയുമ്പോൾ അച്ചമ്മ വടമാല കിട്ടുമെങ്കിൽ കൊണ്ടുവരണേന്ന് കാവ്യ പറയുന്നുണ്ട്. കൊണ്ടുവരാമെന്നവർ ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ ഇറങ്ങിയില്ലെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ടവർ അമ്പരപ്പോടെ അച്ഛൻ അമ്പലത്തിലേക്ക് പോവോ എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പോവാറുണ്ട്, നിങ്ങളിന്ന് സ്കൂളിൽ ലൈൻ ബസ്സിൽ പോവേണ്ടി വരും എന്ന് അച്ചമ്മ പറയുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് കല്ലുവും പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്പലത്തിൽ പോവാൻ റെഡിയായി മുണ്ടെല്ലാം ഉടുത്തോണ്ട് വിഷ്ണുവും താഴോട്ടിറങ്ങി വരുന്നുണ്ട്. ആ കാഴ്ച കാണുന്ന കല്ലു അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന കാവ്യയും വിളിച്ച കാഴ്ച കാണിക്കുന്നുണ്ട്. വിഷ്ണു അങ്ങോട്ട് വന്ന് നിങ്ങൾ ഇന്ന് ലൈൻ ബസ്സിൽ പോവോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോ എന്ന് കാവ്യ പറയുമ്പോൾ വൈകിട്ട് വിളിക്കാൻ ഞാൻ വരാം ഓക്കെ എന്ന് വിഷ്ണുവും. എന്നോടൊപ്പമുള്ള ഏക ഔട്ടിങ് അമ്പല ദർശനം, ഒരു മസാല ദോശ, മൊരിഞ്ഞ ഉഴുന്നുവട, ഒരു ഫിൽറ്റർ കോഫി, പിന്നെ കുറച്ച് കാര്യം പറച്ചിലും എന്നച്ചമ്മ ചിരിയോടെ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും ഓഹോ, അപ്പോ ഹനുമാൻ സ്വാമി അല്ല മെയിൻ ടാർഗറ്റ് എന്ന് കാവ്യ ചോദിക്കുന്നുണ്ട്. അതുകൾക്ക് ചിരിയോടെ നിൽക്കുന്ന വിഷ്ണുവിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കാവ്യയും കല്ലുവും സ്കൂളിൽ ലീവാക്കി ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുന്നതും മഹേഷും രാധയും അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം വിവരിക്കുന്നതും ടീച്ചർ അമ്മയും കൂട്ടരും അവരെയും കൊണ്ട് ബീച്ചിലേക്ക് പോകുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.